അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ അനുഭവിച്ച ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ കോഴിക്കോട് നഗരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കല്യാണ സൽക്കാരത്തിൽ പങ്കെടുത്തു. ആ കല്യാണ വിരുന്നിൽ ഏറ്റവും അവസാനം എത്തിയത് ഞാനാണ്. ഏകദേശം ഒരു 3:30 മണി സമയത്താണ് ഞാൻ ആ കല്യാണ വിരുന്നിലെത്തിയത്. ഗസ്റ്റുകളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനത്താണ് ഞാനാണ്. ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഒരു 60-65 വയസ്സുള്ള ഒരു മധ്യവയസ്കയായ സ്ത്രീ അവർ ടിഷ്യൂ പേപ്പറിന്റെ ഒരു കവറിൽ ചോറ് ഇങ്ങനെ എടുത്തിങ്ങനെ പാക്ക് ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. സമ്മതത്തോടാണോ സമ്മതം കൂടിയാണോ പാക്ക് ചെയ്യുന്നത് ഞാൻ അറിയില്ല. അങ്ങനെ ഞാൻ കൈ കഴുകി തിരിച്ചു വരുമ്പോൾ ഈ കല്യാണ വീടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ തന്നെ ആ പാക്ക് ചെയ്യുന്ന സ്ത്രീയെ ഇങ്ങനെ ശകാരിക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ വന്ന് ഭക്ഷണം കഴിച്ച് പോയാൽ പോലെ എന്തിനാ പാക്ക് ചെയ്യുന്നത്, നിങ്ങൾ കല്യാണം കൊളാക്കരുത് എന്നൊക്കെ പറഞ്ഞു. അവരവരുടെ ഉത്തരവാദിത്തത്തിലാണ് പറയുന്നത്. കാരണം ഗസ്റ്റുകൾക്ക് വേണ്ടി വെച്ച ഭക്ഷണം ഇങ്ങനെ ചോദിക്കാതെ കൊണ്ടുപോകുന്നത് പ്രശ്നം തന്നെയാണ്. അത് കല്യാണ സൽക്കാരത്തെ ബാധിക്കും. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചതല്ല, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഈ ദാരിദ്ര്യം നീങ്ങിയിട്ടുണ്ട്, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ദാരിദ്ര്യം നമുക്കിടയിലുള്ള ആളുകൾക്കിടയിലുണ്ട് എന്നുള്ള ഒരു ബോധമാണ് എന്നിലേക്ക് ആ സംഭവം ഉണർത്തിക്കൊണ്ടത്. ഞാൻ ഉടനെ തന്നെ എന്റെ പോക്കറ്റ് നോക്കി. കാരണം എനിക്ക് ആ വീട്ടുകാരോട് കേൾക്കാൻ പറ്റില്ല. കാരണം വീട്ടുകാരൻ അവരുടെ ഉത്തരവാദിത്തമാണ് ചെയ്യുന്നത്. ഈ സ്ത്രീക്ക് എന്തെങ്കിലും കൊടുക്കാന്നുള്ളതിൽ ഞാൻ നോക്കുമ്പോൾ എന്റെ കയ്യിൽ ക്യാഷും ഇല്ല. കാരണം ഇപ്പോൾ ഗൂഗിൾ പേ സിസ്റ്റം ഒക്കെ വന്നുകൊണ്ട് കയ്യിൽ ക്യാഷ് ഇല്ലാത്ത ഒരു ദുർഗതി വന്നു. എനിക്ക് ഈ സംഭവം എനിക്ക് വല്ലാതെ എന്നെ ഹേർട്ടിൽ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ അന്ന് തന്നെ എൻ്റെ കൂടെയുള്ള ഒരാളോട് അത് പറഞ്ഞ് കരഞ്ഞുപോയി. കാരണം നമ്മളൊരു വ്യക്തിയുടെ ദുർഘടമായ ഒരു അവസ്ഥ കാണുകയും നമ്മളെക്കൊണ്ട് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും സഹായം ചെയ്യാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ. വിക്ടർ ഹ്യൂഗോയുടെ ഒരു ഫേമസ് നോവൽ കഥാപാത്രമുണ്ട്, ജീൻ വാൽജിൻ എന്ന ഒരു കഥാപാത്രം. തന്റെ പെങ്ങൾക്ക് വേണ്ടി ഒരു ബ്രെഡ് കഷ്ണം, ഒരു റൊട്ടി കഷ്ണം മോഷ്ടിച്ചതിന് 19 വർഷമാണ് ജീൻ വാൽജിൻ ജയിലിലടക്കപ്പെട്ട ഒരു നോവൽ. വേൾഡ് ഫേമസ് ക്ലാസിക് നോവലാണ്. എനിക്ക് പെട്ടെന്ന് ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നത് വെച്ചാൽ, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പല പദ്ധതികളും കൊണ്ടുവരാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അതിന്റെയൊക്കെ ബേസിക് ജനങ്ങളുടെ വെൽഫെയർ ആണ്. വെൽഫെയർ സ്റ്റേറ്റ്, ജനങ്ങൾക്ക് വെൽഫെയർ ചെയ്യുക, അതിനപ്പുറം മറ്റൊരു ലക്ഷ്യം ഉണ്ടാവില്ല. ഇപ്പോൾ അത് കേരളത്തിന്റെ ഒരു പൊതുബോധം തന്നെ ഒരു ലെഫ്റ്റ് മൈൻഡാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ CPM മറ്റോ കാണരുത്, ഒരു ഇടതുപക്ഷ മനോഭാവം. ഇവിടുത്തെ UDF കാരും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ ലീഗുകാരും ഇവിടുത്തെ CPM കാരും എല്ലാവരും ബേസിക്കലി ഇടതുപക്ഷ ചിന്താധിക്കാരാണ്. ഇടതുപക്ഷ ചിന്താധിക്ക എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ്, ജനങ്ങളുടെയും രാഷ്ട്രത്തിന്റെയും സേവനവും ക്ഷേമവുമാണ് അതിന്റെ ബേസിക് താല്പര്യം എന്നുള്ളത്. അതിന് പുറമെ മറ്റൊരു താല്പര്യം ഉണ്ടാവരുത്. നമ്മുടെ ഇന്ന് മന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ കേരളത്തിന്റെ വിവിധങ്ങളായ മെഡിക്കൽ കോളേജുകളിൽ വിവിധങ്ങളായ സംഘടനകൾ കൊടുക്കുന്ന പൊതിച്ചോറിനെയും സഹായധനത്തെയും സഹായ ഭക്ഷണത്തെയും എതിർത്തുകൊണ്ട്, പൊതിച്ചോറിനെ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സൗജന്യ കഞ്ഞി വിതരണത്തിനെതിരെ ശബ്ദമുയർത്തുന്ന, ഇതൊക്കെ രാഷ്ട്രീയലാക്കാത്തി മാത്രം ചെയ്യുന്ന പ്രവർത്തികളാണ് എന്ന് പറഞ്ഞു വരുന്നത് തികച്ചും അപക്വമായ തീരുമാനങ്ങളും പ്രസ്താവനകളാണ്. വായിൽ വെള്ളക്കാരന്റെ സ്വർണ്ണക്കരന്റെയായി ജനിച്ച മന്ത്രിമാർക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നില്ല. എന്നും മെഡിക്കൽ കോളേജ് പരിസരങ്ങളിൽ പോയാൽ ദിനവും വെറും ഒരു 10 രൂപ 15 രൂപ കൊടുത്താൽ കിട്ടുന്ന കഞ്ഞിക്ക് വേണ്ടി 100 കണക്കിന് മനുഷ്യന്മാർ ക്യൂ നിൽക്കുന്ന നിങ്ങൾ കാണാൻ കഴിയും. അത്രയധികം ദരിദ്ര നാരായണന്മാർ ജീവിക്കുന്ന നാടാണ് ഇവിടെ. അതിൽ മുസ്ലിം എന്നില്ല, ഹിന്ദു എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, എല്ലാവരും ഉണ്ട്. ഈ അടുത്ത് 1-2 വർഷങ്ങൾക്ക് മുന്നേ മെഡിക്കൽ കോളേജിൽ എന്റെ മകന് ഒരു ന്യൂമോണിയായിട്ട് ബന്ധപ്പെട്ട് സ്വകാര്യ ഹോസ്പിറ്റലിൽ 2 ദിവസം കിടക്കുമ്പോഴേക്ക് 69,000 ബില്ല് വന്നു. അവിടെ നിന്നും ട്രീറ്റ്മെന്റിൽ ഒരു ഫലം കാണുന്നില്ല എന്നുള്ളപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 2 ദിവസം അവിടെ മെഡിക്കൽ കോളേജിൽ തിരിഞ്ഞു കളിക്കുമ്പോഴേക്ക് എനിക്ക് മനസ്സിലായി നമ്മുടെ കൂട്ടത്തിൽ എത്ര ദരിദ്രന്മാരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ, അല്ലെങ്കിൽ ഒരു കെട്ട് നൂല്, 150 രൂപന്റെ ഒരു കെട്ട് നൂല് വാങ്ങാൻ പൈസ ഇല്ലാതെ തിരിഞ്ഞു കളിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ. അവരുടെ ഇടയിലേക്കാണ് സഹചാരിയും ലീഗും KMCC അതുപോലെ സാന്ത്വന പ്രവർത്തനങ്ങളുമായി ICF-ന്റെയും RSCയുടെയും അങ്ങനെ SOS-ന്റെ ഒക്കെ പ്രവർത്തകര്, സാന്ത്വന പ്രവർത്തകര് ഭക്ഷണം കൊടുത്തും മറ്റും ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ, DYFയുടെ പൊതിച്ചോറ് മറ്റൊക്കെ ആയി വരുമ്പോൾ അതിന് ഉടക്കി നിൽക്കുന്ന ഇത്തരം മന്ത്രിമാരെ അന്നം മുടക്കികളെന്നോ അല്ലെങ്കിൽ ഭക്ഷണ മുടക്കികളെന്നോ വിളിക്കുന്നത് തികച്ചും ഇതൊരു രാഷ്ട്രീയ പോസ്റ്റല്ല. എന്നാൽ ഇതിൽ ഒരു പൊളിറ്റിക്കൽ സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട്. തികച്ചും നമ്മുടെ മന്ത്രിമാരിൽ നിന്ന് ഇത്തരം അപക്വമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ജനങ്ങൾ അതിനെതിരെ തിരിയുകയും അത് CPM എന്നോ കോൺഗ്രസ് എന്നോ മറ്റും നോക്കാതെ, ലീഗെന്നോ നോക്കാതെ മന്ത്രിമാർക്കെതിരെ അല്ലെങ്കിൽ അത്തരം ജനപ്രതിനിധികൾക്കെതിരെ ശബ്ദമുയർത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.